IB ഉദ്യോഗസ്ഥയായ 23-കാരിയുടെ മരണം നമ്മളെല്ലാം വല്ലാണ്ട് വേദനിപ്പിച്ചൊരു വാർത്തയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കൃത്യമായിട്ട് തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം സുഗാന്തിന് മേൽ ചുമത്താൻ പറ്റുന്ന തെളിവുകൾ പോലീസ് ഈ സംഭവത്തിൽ ശേഖരിച്ചു കഴിഞ്ഞു. ശാരിക, അതെ, കഴിഞ്ഞ മാർച്ച് 24-നാണ് ഈ പറയുന്ന IB ഉദ്യോഗസ്ഥ താൻ മരിക്കാൻ പോകുന്നത്. ഫോണിൽ ചുമ്മാ സംസാരിച്ചുകൊണ്ട് പോകുന്നു. ലോക്കോ പൈലറ്റിന്റെ സാക്ഷ്യം അങ്ങനെയാണ്. ഫോണിൽ സംസാരിച്ചു പോകവേ ട്രെയിൻ വരുന്നുണ്ട്, നേരെ അങ്ങ് കയറി അങ്ങോട്ട് ബെഡ് കിടക്കുന്ന പോലെ ട്രാക്കിലും കിടന്നു. രണ്ടായിട്ട് അങ്ങ് പോയി. അവരുടെ ഫോൺ വരെ പൊട്ടിച്ചിട്ട് പോയതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രശ്നം കൊണ്ട് കോടതിയിൽ നിന്ന് ഈ സുഗാന്തിന്റെ ഈ ഒളിവിൽ പോയവന്റെ ഐഫോൺ അവർ റിക്കളക്ട് ചെയ്യുകയും അത് ആപ്പ് ഡിലീറ്റഡ് ആഞ്ഞതുകൊണ്ട് ടെലഗ്രാം വഴിയുള്ള ചാറ്റ് റിക്കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് ഇവൻ ചോദിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. നീ എന്നാണ് മരിക്കുന്നത്? നീ മരിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് മറ്റവളെ കെട്ടാൻ പറ്റത്തുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ കണക്ക് മരിക്കാൻ പ്രണയക്കുറ്റവും ബലാത്സംഗ കുറ്റവും ചേർത്തിട്ടാണ്. കാരണം ഈ കുട്ടി അബോർഷൻ ചെയ്തൊക്കെ ആയിട്ടും അതിനുള്ള തെളിവുകളും ഒക്കെ അച്ഛൻ തന്നെ അവളുടെ ബാഗിൽ നിന്ന് എടുത്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കാണിച്ചിരുന്നു. അങ്ങനെയാണ് ഇത് ഇത്ര ക്രൂരമായിട്ടുള്ള പീഡനവും അബ്യൂസിങ്ങും അതോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ തട്ടിപ്പും ഒക്കെ നടത്തിയതായിട്ട് ലോകം അറിയുന്ന 3 ലക്ഷം രൂപയോളം പല സമയത്തായിട്ട് ഈ IB ഉദ്യോഗസ്ഥ സുഗാന്തിന് കൈമാറുകയും ചെയ്തിരുന്നത്. എന്തായാലും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആ പെൺകുട്ടി ഈ സുഗാന്തിനെ സ്നേഹിച്ചിരുന്നത്. സുഗാന്ത് സുരേഷ് എന്ന് പറയുന്ന ഈ ഒരു IB ഉദ്യോഗസ്ഥനെ സ്നേഹിച്ചിരുന്നത്. എന്തായാലും കുറച്ചധികം നാളുകൾക്ക് ശേഷമാണെങ്കിലും കുറച്ച് വൈകിപ്പോയെങ്കിൽ പോലും എന്തായാലും ഈ ഒരു ഇതിൽ നിന്ന് ജോലിയിൽ നിന്ന് എന്തായാലും അയാളെ റിമൂവ് ചെയ്തു. എന്തായാലും കാര്യം ചെയ്യുന്ന പറഞ്ഞു ഇവൻ ഇതുവരെ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. 54 ദിവസം കഴിഞ്ഞ കുട്ടി മരിച്ചിട്ട് ഏറ്റവും വലിയൊരു കാര്യം അതാണ്. അതായത് ഇന്ന് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്ന ദിവസം 23-ാം തീയതിയാണ്. നാളെ 24 ആകുമ്പോഴത്തേക്കും ഈ സംഭവം ഉണ്ടായിട്ട് കൃത്യം 2 മാസം ആവുകയാണ്. 2 മാസമായിട്ടും ഇയാളെ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ശരിക്കും പോലീസിന്റെ വീഴ്ച എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം കാര്യം എത്ര വലിയ കൊമ്പന്മാരാണെങ്കിലും മിനിറ്റുകൾക്കകം തന്നെ അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം തന്നെ പൊക്കുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ളൊരു സേനയാണ് നമ്മുടെ പോലീസ് സംവിധാനം. പക്ഷേ അവരെ പോലും കബളിപ്പിച്ചുകൊണ്ട് എവിടെയോ ഈ പറഞ്ഞ കണക്ക് ഇത് ഇന്ത്യക്കകത്താണോ പുറത്താണെന്ന് പോലും അറിയാൻ വയ്യ. പക്ഷേ പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതകളില്ല. കാര്യം കൃത്യമായിട്ട് തന്നെ ലുക്കൗട്ട് നോട്ടീസും ഒക്കെ ഇറക്കി വിമാനത്താവളങ്ങളടക്കം മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരുന്നു അതിന് മുൻപ് തന്നെ. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ രസമാണ്. വളരെ സുരക്ഷിതത്വത്തോടുകൂടി സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടു കൂടിയാണ് താൻ തന്റെ ഈ പറയുന്ന IB ഉദ്യോഗസ്ഥയോട് പെരുമാറിയത്. തന്റെ ഭയങ്കര ജീവനായിരുന്ന പങ്കാളിയായിരുന്നു. ആരെക്കാട്ടിയും തനിക്കാണ് ഈ നഷ്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിയോഗത്തിൽ ഏറ്റവും വലിയ വേദന ഉള്ളത് തുടങ്ങിയ ഈ പറഞ്ഞ കണക്ക് കാവട്യ കാര്യങ്ങളൊക്കെയാണ് സെന്റൻസുകളൊക്കെയാണ് എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. എന്തായാലും കൃത്യമായിട്ട് തന്നെ ഈ ഒരു ചാറ്റുകൾ അയാളുടെ സുഗാന്തിന്റെ ഐഫോണിൽ നിന്ന് റിട്രൈവ് ചെയ്യാനായിട്ട് പോലീസിന് സാധിച്ചു കഴിഞ്ഞു. അതിൽ പറയുന്ന അതിന്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ്. അതായത് എനിക്ക് നിന്നെ മടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും സുഗാന്ത് പറയുമ്പോഴത്തേക്കും മറുതലയ്ക്കൽ IB ഉദ്യോഗസ്ഥ പറയുന്നത് എനിക്കിനി ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ താല്പര്യമില്ല എന്നാണ്. അപ്പൊ അതിന് ബദലായിട്ട് അടുത്ത ചോദ്യം വരികയാണ്, നീ എന്ന് ചാകും? അപ്പോൾ ഒരു ഡേറ്റ് പറയുകയാണ്, August 9 ഞാൻ മരിക്കും. നേരത്തെ ശാരിക പറഞ്ഞ കണക്ക് തന്നെ അതിന് പിന്നാലെ സുഗാന്ത് പറയുന്ന മറുപടി ഇങ്ങനെയാണ്, നീ ചത്താലേ അല്ലെങ്കിൽ നീ മരിച്ചാലേ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് സുഗാന്ത് പറയുന്നത്. അതായത് നിരന്തരമായിട്ട് ഈ പെൺകുട്ടിയെ കണ്ടീഷൻ ചെയ്ത് ആത്മഹത്യയിലേക്ക് നയിച്ച് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട വ്യക്തി സുഗാന്ത് തന്നെയാണ്. അതിൽ നമുക്ക് തുടക്ക സമയത്തും യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്കറിയാം കോടതിയിൽ അതിൻ്റെ തെളിവുകൾക്കാണ് പ്രാധാന്യം, പ്രൂഫുകൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ കൃത്യമായ എവിഡൻസുകൾ കളക്ട് ചെയ്യാനായിട്ട് പോലീസിന് ഇക്കാര്യത്തിൽ സാധിച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും സുഗാന്തിനെ പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇനി എന്തായാലും സുഗാന്തിനെ ഒരു പൂട്ട് പൊട്ടിച്ച് വെളിയിൽ വരാൻ സാധിക്കില്ല. അങ്ങനെ അവനെ വെളിയിൽ വിടരുന്നത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം വളരെ മിടുക്കിയായിട്ടുള്ള ആ പെൺകുട്ടിയുടെ മുഖമൊന്നും ഇപ്പം നമുക്ക് കാണിക്കാൻ പറ്റില്ല. ബിക്കോസ് അത്രയും സ്മാർട്ടായിട്ടുള്ള വളരെ ചെറുപ്പത്തിൽ തന്നെ നന്നായിട്ട് പഠിച്ച് IB ഉദ്യോഗസ്ഥയാകുക എന്ന് പറയുന്ന എല്ലാ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും പറ്റുന്ന അല്ലെങ്കിൽ എല്ലാ യുവാക്കൾക്കും പറ്റുന്ന ഒരു കാര്യം, എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. പഠിക്കുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുവിധപ്പെട്ട യുവാക്കളുടെ എന്തൂസിയാസ്റ്റുകളുടെ ഒരു സ്വപ്നമാണ് IBയിലൊക്കെ ഒരു പോസ്റ്റിൽ കയറാൻ പറ്റുക എന്നുള്ളത്. അതും സ്വന്തം ഏറ്റവും അടുത്ത് കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രത്ത് തന്നെ പുള്ളിക്കാരത്തേക്ക് കിട്ടുകയും ചെയ്തു. അത്യാവശ്യം നല്ല സംഭവത്തോടെ 1.5 ലക്ഷം രൂപയോളം ശമ്പളമാണ് ഈ IB ഉദ്യോഗസ്ഥരുടെ സാലറി എന്ന് പറയുന്നത്. ആ സാലറികളെല്ലാം കഴിഞ്ഞ അതായത് ഇവൾ മരിക്കുന്നതിന് മുമ്പുള്ള 3-4 മാസങ്ങളായിട്ട് പുള്ളിക്കാരത്തിയുടെ അക്കൗണ്ടിൽ നേരെ വലിച്ചുകൊണ്ടിരുന്ന ഈ സുഗാന്താണ്. അതായത് ഫിനാൻഷ്യലി തട്ടിപ്പുകളൂടെ എന്ന് വെച്ചാൽ അവൻ്റെ വെയർഅബൌട്ട്സ് അന്വേഷിക്കും. ഈ പറയപ്പെടുന്ന സുഗാന്ത് എന്ന് പറഞ്ഞ പ്രതിയുടെ അല്ലെങ്കിൽ ഈ ഒളിവിലിരിക്കുന്ന വ്യക്തിയുടെ വെയർഅബൌട്ട്സ് അന്വേഷിക്കുമ്പോൾ അതിന് 2 നില വീടുണ്ട്, അച്ഛനും അമ്മയ്ക്ക് കൂടെ ഒരു മകനേ ഉള്ളൂ, അമ്മ ടീച്ചറാണെന്ന് പറയപ്പെടുന്നു, അച്ഛൻ കർഷകനാണെന്ന് പറയുന്നു, അത്യാവശ്യം സാമ്പത്തികമുള്ള ഫിനാൻഷ്യലി സെറ്റപ്പ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് പറയുന്നത്. പക്ഷേ പുള്ളിക്കാരന് പൈസയൊന്നും തികയുന്നില്ല. കാരണം പുള്ളിക്ക് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളും എനിക്കൊന്ന് മദ്യവും മദ്രാശിയായിരിക്കാം പുള്ളിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ. പക്ഷേ ഈ കുട്ടി ഇത്രയും ബ്രില്യൻ്റ് ആയ ഒരു പെൺകുട്ടി ഈ പ്രണയത്തിന് മുമ്പിൽ ഇങ്ങനെയൊക്കെ ലോലയായി പോയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല കേസുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് പങ്കാളികളുടെ സെലക്ഷനിൽ നമ്മുടെ മലയാളി പെൺകുട്ടികൾ പലപ്പോഴും ഈ പറഞ്ഞ കണക്ക് തോറ്റുപോകുന്ന ഒരു അവസരമുണ്ട്. അല്ലെങ്കിൽ ഇത്തരം കേസുകൾ നമുക്ക് നോക്കുമ്പോഴത്തേക്കും അങ്ങേയറ്റം സ്വഭാവ വൈകൃതമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരേ സമയത്ത് പ്രണയങ്ങൾ എന്ന് പോലും പറയാൻ സാധിക്കാത്ത
ഒരുപാട് ചുറ്റിക്കളികൾ ഒരേ സമയമുള്ള ആൺകുട്ടികളെയൊക്കെയാണ് ഈ പെൺകുട്ടികൾ ഈ പറഞ്ഞ കണക്ക് പ്രണയത്തിന്റെ ചതിക്കുഴിയിൽ പെടുന്നത്. പലപ്പോഴും ഈ പറഞ്ഞ കണക്ക് അവർക്ക് ആ രീതിയിലേക്ക് ആക്ട് ചെയ്യാനായിട്ട് ആദ്യ സമയങ്ങളിൽ സാധിക്കുമായിരിക്കും. ഒരു പക്ഷേ ജയ് ഈ പെൺകുട്ടി ചിന്തിക്കുക, സ്വാഭാവികമായിട്ടും അവൾ IB ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വഭാവവും നമ്മുടെ വീടും നമ്മുടെ സോഷ്യൽ മീഡിയ കോൺടാക്ട്സും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ അവസാനത്തെ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും വേണം അത്രയും വെൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു പയ്യനെ പരസ്പരം ഇഷ്ടം തോന്നുക, ഒരുമിച്ച് ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരെ തന്നെ സ്നേഹിക്കാൻ പറ്റുക, അവരൊക്കെ ഒരു നല്ലതായിരിക്കുമെന്നൊരു ചിന്തയായിരിക്കാം ഒരു പക്ഷേ പെൺകുട്ടിയിലേക്ക് വന്നിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനല്ലേ ചിന്തിക്കുക. പെൺകുട്ടി ചിന്തിക്കുമ്പോൾ എന്നെ പോലെ തന്നെ ലക്ഷ്യബോധത്തോടു കൂടി എന്തായാലും പഠിച്ച് ബ്രില്യന്റ് ആയിരിക്കണം. അതെ, അങ്ങനെ ഒരു അയാളാണ്, അയാൾക്ക് മറ്റു സ്വഭാവപരമായിട്ടുള്ള മറ്റ് കാണുമെന്ന് ചിന്തിക്കുകയില്ല ഒരു പക്ഷേ ചിന്തിച്ചിട്ടോ. പക്ഷെ പിന്നീട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് സ്വാഭാവികമായിട്ടും തന്റെ ശരീരവും മനസ്സും അയാൾക്ക് കൊടുക്കുക, തന്റെ പൈസയും കൊടുക്കുക, തന്നെ മൊത്തത്തിൽ ഒരു അടിമയാക്കി കൊണ്ട് നടക്കുക. ഒരു നാർസിസിക് സ്വഭാവവും അല്ലെങ്കിൽ ഒരു സൈക്കിക് സ്വഭാവവും സുഗാന്തിനുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇവൾ അടിമയായി ആ പെൺകുട്ടിയെ കൺവിൻസ് ചെയ്ത് അവൻ കൊണ്ടു നടന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇച്ചിരി കൂടെ ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. IBയിലൊക്കെ ബോൾഡ്നെസ് തീർച്ചയായിട്ടും വേണ്ട ഒരു സാധനമാണല്ലോ. എനിവേ എന്ത് തന്നെ ആയാലും ബ്രില്യൻ ആൻഡ് ബോൾഡ്നെസ് ഒക്കെ തോറ്റുപോയൊരു സംഭവമായിരുന്നു ഈ IB ഉദ്യോഗസ്ഥരുടെ മരണം എന്ന് പറയുന്നത്. അതായത് കൊലപാതകം തന്നെ വിളിക്കാം. കാരണം പ്രേരിപ്പിച്ച് അവളെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു വൃത്തികെട്ടവനായിട്ട് ഈ IB ഉദ്യോഗസ്ഥനെ, ഈ സുഗാന്ത് സുകേഷ് എന്ന് പറഞ്ഞവനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം ഫോണിൽ നടന്നുകൊണ്ട് ഒരു പക്ഷേ ആ പെൺകുട്ടി ഈ പറയുന്ന പോലെ ഇവനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓഗസ്റ്റ് 9 മരിക്കുമെന്ന് പറഞ്ഞു കുറേ മാസങ്ങൾ നീട്ടിയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞതിനേക്കാളും മുൻപ് ഏതാണ്ട് 5-6-7 മാസങ്ങൾക്ക് മുൻപേ തന്നെ അവൾ മരിച്ചിരിക്കുന്നു. ഈ മിക്ക ആത്മഹത്യകളും പെട്ടെന്നുള്ള ഒരു ക്ഷോഭത്തിൽ സംഭവിക്കുന്നതായിരിക്കാം എന്ന് പറയപ്പെട്ടത് കേട്ടോ. മിക്കതും ബാക്കിയുള്ളതേ ഉള്ളൂ ആലോചിച്ചുറപ്പിച്ച് ചെയ്യുന്നതൊക്കെ. അങ്ങനെ സംഭവിച്ച ഒന്നായിരിക്കാം ഒരു പക്ഷേ ഈ പറയപ്പെടുന്ന IB ഉദ്യോഗസ്ഥർ. കാരണം അത്രയും ഇമോഷണലി ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തിയെ. മേ ബി ഓൾറെഡി ഇവള് ഈ പറയപ്പെടുന്ന പെൺകുട്ടി ഇങ്ങനെ അബോർഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും അതോടുകൂടി ആ പെൺകുട്ടിയുടെ ഒരു മാനസിക നില തകരാറിലായിട്ടുണ്ടാവും, ഡൗൺ ആയി പോയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അതായത് പിന്നെ അവൻ കൈയൊഴിയും കൂടെ ആയപ്പോഴത്തേക്ക് അവൾ ഓൾറെഡി ഷാറ്റഡ് ആയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞ പോലെ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വളരെ അറ്റാച്ച്മെന്റ് എന്തായാലും ഈ പറയുന്ന IB ഉദ്യോഗസ്ഥയ്ക്ക് സുഗാന്ത് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുമായിട്ടുണ്ടായിരുന്നു. അത് പലപ്പോഴായിട്ട് ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ കുടുംബങ്ങളടക്കം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ മരണത്തിന്റെ ദിവസവും ഈ റെയിൽവേ ട്രാക്കിലേക്ക് വന്ന വഴി പോലും ഈ പറഞ്ഞ IB ഉദ്യോഗസ്ഥയ്ക്ക് സാധാരണഗതിയിൽ തിരിച്ച് റൂമിലേക്ക് വരുന്ന വഴിയല്ല, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന വഴിയല്ല എന്നുള്ള കാര്യം അച്ഛനടക്കം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഒരുപക്ഷെ മാനസിക നില തെറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വളരെ മെന്റൽ ടോർച്ചർ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോയതുകൊണ്ടാവാം, ഈ സ്ഥലകാല ബോധമില്ലാതെ സഞ്ചരിച്ചുകൊണ്ടാവാം. അതിൻ്റെയും കൂടെ ഒപ്പം ഈ മരണപ്പെടുന്ന നിമിഷത്തിന് തൊട്ട് മുൻപ് വരെയും ഈ IB ഉദ്യോഗസ്ഥ ഫോണിലായിരുന്നു എന്നുള്ള കാര്യം കൂടി ലോക്കോ പൈലറ്റ് അടക്കം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സാഹചര്യമാണ്. ആ സമയത്തും സുഗാന്ത് തന്നെ ആയിരിക്കണം ഫോണിന്റെ മറുതലയ്ക്കിൽ ഉണ്ടായിരുന്നത്. ആ സമയത്തും അയാൾ നീ എന്ന് മരിക്കുമെന്നോ അല്ലെങ്കിൽ നിന്റെ ആത്മഹത്യ നീ മരിച്ചു കഴിഞ്ഞാൽ ശേഷം മാത്രമേ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കാം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പൊടുന്നനെ വന്ന ഒരു ട്രെയിനിന് മുന്നിൽ ഇനിയെങ്കിലും ഈ പറഞ്ഞ കണക്ക് സ്വസ്ഥമായിട്ട് അയാൾ ജീവിച്ചോട്ടെ എന്ന് കരുതിയോ അല്ലെങ്കിൽ ഈ ഒരു ടോർച്ചർ താങ്ങാൻ വയ്യാതെ താൻ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാമെന്ന് കരുതിയിട്ട് തന്നെ ആയിരിക്കണം ആ വന്ന ട്രെയിനിന്റെ മുന്നിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബെഡിൽ കിടക്കുന്ന ലാഘവത്തോടു കൂടിയ റെയിൽവേ ട്രാക്കിന് കുറുകെ കിടന്നുകൊണ്ട് ആ പെൺകുട്ടി മരണം സ്വീകരിച്ചത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം, മലയാളികൾ ഒന്നടങ്കമുള്ള ആവശ്യം സുഗാന്തിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ തന്നെയാണ് എന്തായാലും പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ IB ഉദ്യോഗസ്ഥയുടെ ഫോൺ ചിന്നിച്ചിതറിയത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഡേറ്റാസ് ഒന്നും റിട്രീവ് ചെയ്യാൻ പോലീസിന് സാധിച്ചില്ല. എന്തായാലും അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വൈറ്റലായിട്ടുള്ള എവിഡൻസ് ആണ് എന്തായാലും പോലീസ് സുഗാന്തിന്റെ ഫോണിൽ നിന്ന് ഐഫോണിൽ നിന്ന് ശേഖരിച്ചത്. ഇനി സുഗാന്ത് മാത്രമാണ് മറനീക്കി പുറത്തു വരാനുള്ളത്. നമ്മുടെ മിടുക്കരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് തന്നെ ഒളിവിരിക്കുന്ന സുഗാന്തിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. നിയമത്തിന് മുന്നിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ ഈ പറഞ്ഞ കണക്ക് പഴുതിൽ കൂടെ രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധമുള്ള അത്രയും ഗ്രാവിറ്റിയുള്ള ചാർജുകൾ ചുമത്താൻ കഴിയുന്ന രീതിയിലുള്ള എവിഡൻസുകളും പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ഇനി സുഗാന്ത് പിടിക്കപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നോട്ട് പോക്കിന് അല്ലെങ്കിൽ ഇനിയുള്ള സമയത്ത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം.